ഗുരുർവിഷ്ണുർ ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശബരിമല മുൻ മേൽശാന്തി പി എൻ നാരായണൻ നമ്പൂതിരി. രാമായണ മാസമാണ്, കർക്കിടക മാസമാണ്. എല്ലാവർക്കും ആദ്യം തന്നെ രാമായണ മാസ ആശംസകൾ. എന്താണ് കർക്കിടക മാസത്തിൻ്റെ പ്രാധാന്യം, എന്താണ് രാമായണം എന്ന വാക്കിനർത്ഥം, ഇങ്ങനെ നമുക്ക് ആവശ്യം വേണ്ട ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഈ അവസരത്തിൽ പങ്കുവയ്ക്കാം എന്ന് വിചാരിക്കുന്നു. കർക്കിടക മാസത്തിന് അനവധി പ്രാധാന്യമുണ്ട്. ഉത്തരായനത്തിൽ നിന്നും ദക്ഷിണായനത്തിലേക്ക് കടക്കുന്നു. അതേപോലെ ശാരീരികമായ സംരക്ഷണത്തിനൊക്കെ ആയുർവേദത്തിലൊക്കെ അനവധി പ്രാധാന്യങ്ങൾ, സുഖചികിത്സ അടക്കം പറയുന്നുണ്ട്. പിന്നെ ശ്രീരാമൻ്റെ ജനനം കർക്കിടക ലഗ്നത്തിലാണ്. ഈ പുണ്യാത്മാക്കൾക്ക് ഈ സൂര്യൻ ചന്ദ്രൻ്റെ ക്ഷേത്രത്തിലേക്ക്, സുക്ഷേത്രത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ പുണ്യാത്മാക്കൾക്ക് ബലക്ഷയം കുറയും എന്നുള്ളത് കൊണ്ടാണ് ഈ വിവാഹം, അതേപോലെ മറ്റ് ഗൃഹപ്രവേശം ഇത്യാദി ശുഭകാര്യങ്ങളൊന്നും പാടില്ല എന്ന് പറയുന്നത്. എന്താണ് രാമായണം എന്ന വാക്കിനർത്ഥം? അയനം എന്നാൽ യാത്ര എന്നാണ്. രാമൻ്റെ യാത്ര, അല്ലെങ്കിൽ സീതയുടെ യാത്ര, ലക്ഷ്മണൻ്റെ യാത്ര, ഭരതൻ്റെ യാത്ര, അല്ലേ? ഇതിഹാസങ്ങൾ അങ്ങനെയാണ്. രണ്ട് വഴി കാണിച്ചു തരികയാണ് നമുക്ക്, എങ്ങനെ വേണം എങ്ങനെ വേണ്ട എന്ന്. ഇപ്പുറത്തൂടെ കുംഭകർണൻ്റെയും രാവണൻ്റെയും ഒക്കെ യാത്ര. പിന്നെ രാമായണം. എന്നാൽ ഇരുട്ട്, രാത്രി. ഇരുട്ട് മാഞ്ഞാലാണ് ആരെ കാണാൻ കഴിയുള്ളൂ? ഈശ്വരനെ കാണാൻ കഴിയുള്ളൂ. അജ്ഞത, നമ്മുടെ മനസ്സിലെ അജ്ഞത മാറിയാൽ മാത്രമാണ് ഈശ്വരനെ കണ്ടെത്താൻ കഴിയുള്ളൂ. അപ്പോൾ അജ്ഞത മാറാനുള്ള, ഇരുട്ട് മാറാനുള്ള യാത്രയാവട്ടെ ഈ കർക്കിടകം എന്നാണ് എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. അതിനുള്ള വഴിയാണ് രാമായണം നമുക്ക് പറഞ്ഞു തരുന്നത്. രണ്ട് ഇതിഹാസങ്ങളാണ്, ഒന്ന് രാമായണവും ഒന്ന് മഹാഭാരതവും. വാൽമീകി രാമായണം മാനിഷാദ, നമുക്ക് എല്ലാവർക്കും അറിയാതെ. രണ്ട് ഇണക്കിളികളെ വേടൻ അമ്പെയ്യുമ്പോൾ ആ കാട്ടാളത്തിന് നേരെയുള്ള വിരൽ ചൂണ്ടലാണ്. അവിടുന്നാണ് രാമായണത്തിൻ്റെ ആരംഭം. മാനിഷാദ, അരുത് കാട്ടാള. പിന്നെ പല വിരൽ ചൂണ്ടലും രാമായണത്തിൽ നമുക്ക് കാണാം. സ്ത്രീത്വത്തിന് നേരെയുള്ള കടന്നുകയറ്റം ഒക്കെ രാമായണ കാലത്തും ഉണ്ടായിരുന്നു. ഒരു പക്ഷി, രാവണൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോകുമ്പോൾ അരുത് കാട്ടാള എന്ന് പറഞ്ഞു. ജടായു ആ സ്വന്തം ജീവൻ പോകുമ്പോൾ പോലും, ഒരു പക്ഷി പോലും സ്ത്രീത്വത്തിനെതിരെ പ്രതികരിച്ച കഥയുണ്ട് രാമായണത്തിൽ. അങ്ങനെ നമുക്ക് മോഡലാക്കാവുന്ന അനവധി കഥാപാത്രങ്ങളുടെ ഒരു സമാഹാരമാണ് രാമായണം നമുക്ക് സംഭാവന ചെയ്യുന്നത്. ഒരു ഭക്തിക്കപ്പുറം, അതാണ് എടുത്തു പറയേണ്ടത്. ഭരിച്ചു മതിയാകാത്ത, അവസാന കാലത്തും കസേര വിടാത്ത ഭരണാധികാരികൾ ഉള്ള നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് ത്യാഗമാണ് ഭരണം എന്ന് ഇന്നും നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഭരതൻ്റെ കഥ. പാതിവൃത്യത്തിൻ്റെ അവസാന വാക്കായ സീത പ്രാണാവസാന കാലത്തും പിരിയുമോ എന്ന് ചോദിക്കുകയാണ്. വനവാസത്തിന് ശ്രീരാമൻ സീതയെ, നീ വരണ്ട, നീ രാജകുമാരിയാണ്, നിനക്ക് അവിടുത്തെ
അന്തരീക്ഷമൊന്നും നിനക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ അവിടുത്തെ പാദശുശ്രൂഷ വ്രതം മുടക്കിയിടരുത് എന്ന് പറഞ്ഞ് പ്രാണാവസാന കാലത്തും തിരിയുമോ എന്നൊക്കെ ചോദിക്കും. അത് അവിടുത്തെ ഈ ഉച്ഛിഷ്ടം പോലും എനിക്ക് അമൃതാണ് എന്ന് പറയുന്ന സീത. പിന്നെ ഭരതൻ, അതുപോലെ തന്നെ ലക്ഷ്മണൻ, സാഹോദര്യത്തിൻ്റെ അവസാന വാക്കായ ലക്ഷ്മണൻ, സൗഹൃദത്തിൻ്റെ ഏറ്റവും ഇന്നും പകരം വയ്ക്കാനാവില്ല സൗഹൃദം, ഹനുമാൻ്റെ കഥാപാത്രം. അപ്പോൾ അങ്ങനെ പിന്നെ 5ാമത്തെ വേദമായിട്ടാണ് രാമായണത്തെ പറയുന്നത്. വേദം മുഴുവൻ പാരായണം ചെയ്ത പ്രയോജനം രാമായണം പാരായണം ചെയ്താൽ കിട്ടുമെന്നാണ്. ഈ വിഷ്ണു രാമനായിട്ടും വേദം രാമായണമായിട്ടും അവതരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. രാമായണത്തിൽ ഭക്തിയുണ്ട്, യുക്തിയുണ്ട്, കുടുംബ ബന്ധങ്ങളുണ്ട്, സംസ്കാരമുണ്ട്, ഭാഷയുണ്ട്. ഈ എല്ലാം നമുക്ക് എന്തെല്ലാമാണോ വേണ്ടത്, നമ്മുടെ തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ടത്, അതെല്ലാം നമുക്ക് രാമായണത്തിൽ കിട്ടും. പിന്നെ നമുക്ക് ഈ ആത്മീയ യാത്രയിലേക്കൊക്കെ കടക്കാൻ ഏറ്റവും ലളിതമാണ് ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്. ഈ ഭക്തി ഇത്രയും വളരാൻ ഈ ലിപി പോലും ഇല്ലാതിരുന്ന കാലത്തും രാമായണം അറിയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഭക്തിയിൽ കൂടെ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്ന ക്രാന്തദർശിക്ക് സാധിച്ചിരുന്നു. നദികളും സമുദ്രങ്ങളും പർവ്വതങ്ങളും നിലനിൽക്കുന്നിടത്തോളം രാമായണം നിലനിൽക്കും എന്ന് രാമായണത്തിൽ തന്നെയുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ദേശവും ഭാഷയും ഒക്കെ കടന്ന് അമേരിക്കയിലും രാമായണം പ്രസക്തമായി നിലനിൽക്കുകയാണ്. ഇവിടെയും രാമായണ മാസ ആചരണം നടക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ രാമായണം ഒരു ഉപരിപ്ലവമായ ആചരണമായിട്ട് മാറാതെ അതിൻ്റെ സത്ത ഉൾക്കൊണ്ട് നമുക്കത് പ്രാവർത്തികമാക്കാൻ കഴിയട്ടെ എന്നാണ് എനിക്ക് നിങ്ങളോട് ഈ രാമായണ മാസത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മൾ ഈ രാവണൻ്റെയൊക്കെ കഥ ഇങ്ങനെ ആവാൻ പാടില്ല എന്ന് രാമായണത്തിൽ പറയുമ്പോഴും എന്തുകൊണ്ടാണ് ഇങ്ങനെ ആവാൻ പാടില്ല എന്ന് പറയുന്നത്? അനവധി ഗുണങ്ങളുള്ള ആളായിരുന്നു രാവണൻ. ഭക്തനായിരുന്നു, നല്ല ശിവഭക്തനായിരുന്നു, നല്ല യോദ്ധാവായിരുന്നു, സുന്ദരനായിരുന്നു, അന്നത്തെ കാലത്ത് ഏറ്റവും ധനാഢ്യനായിരുന്നു, പിന്നെ വാഗ്മിയായിരുന്നു, പ്രഭാഷകനായിരുന്നു, സംഗീതജ്ഞനായിരുന്നു, ഡാൻസറായിരുന്നു, എന്തെല്ലാം വേണോ ആ യോഗ്യതകളെല്ലാം രാവണനുണ്ടായിരുന്നു. പക്ഷേ ഒരു ദോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ലോകത്ത് എന്ത് നല്ലത് കണ്ടാലും തനിക്ക് വേണം എന്ന ഒരു ചിന്താഗതി രാവണനെ കുഴപ്പത്തിൽ ചടിച്ചു. നമ്മളിലെല്ലാവരിലും ഉണ്ട് രാവണത്വം, നമ്മളിലെല്ലാവരിലും ഉണ്ട് കാട്ടാളത്വം. അപ്പോൾ ഇതിനെയൊക്കെ റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഈ രാമായണം നമുക്ക് സംഭാവന ചെയ്യുന്നത്. അത് പൂർണ്ണമായിട്ടും ഉപയോഗപ്പെടുത്താനും ഉപയോഗിക്കാനും വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനും ഉണരാനും ഒക്കെ നമ്മളെക്കൊണ്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ രാമായണ മാസം ആശംസകൾ അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.